കറാച്ചിയിലേക്ക് പോയ പാകിസ്ഥാന്റെ ചരക്ക് കപ്പൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഇറാൻ നിഷേധിച്ചതിനെ തുടർന്ന് തിരിച്ചുവിട്ടു. പാകിസ്ഥാന്റെ സെലൻ എന്ന കപ്പലിനാണ് അനുമതി നിഷേധിച്ചത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് ഇറാന്റെ നടപടി. കാബൂളിലെ ഇറാനിയൻ എംബസിയുടെ പ്രസ്താവന പ്രകാരം കണ്ടെയ്നർ കപ്പലിന് നിർബന്ധിത അനുമതി നേടാനായില്ലെന്നും ഗതാഗതത്തിന് ആവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ കപ്പൽ പാലിച്ചിട്ടില്ലെന്നും ഇറാനിയൻ അധികൃതർ അറിയിച്ചു. ഹോർമൂസ് ജലപാതയിലൂടെ ഏതൊരു കപ്പലും കടന്നു പോകുന്നതിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സമുദ്ര അതോറിറ്റിയുമായി പൂർണ്ണമായ ഏകോപനം ആവശ്യമാണെന്നും എല്ലാ കപ്പലുകൾക്കും മുൻകൂർ അനുമതി ലഭിക്കണമെന്നും ഇറാൻ ആവർത്തിച്ചു. കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുമതി ലഭിക്കാത്തതിനാലാണ് കപ്പൽ തിരിച്ചയച്ചതെന്ന് റിയർ അഡ്മിറൽ അലി റോസ തൻസിരി പറഞ്ഞു. ഇറാനിയൻ സമുദ്ര അധികൃതരുമായി കപ്പലുകൾ ഇപ്പോൾ ഗതാഗതം ഏകോപിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ മധ്യസ്ഥത വഹിക്കാനുള്ള വാഗ്ദാനവുമായി പാകിസ്ഥാൻ മുന്നോട്ട് വന്നിരുന്നു. എല്ലാ കക്ഷികളും സമ്മതിച്ചാൽ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പരസ്യമായി പറഞ്ഞു. സംഭാഷണത്തിനുള്ള നിഷ്പക്ഷ വേദിയാകാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്തുണയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരുന്നു. എന്നാൽ അമേരിക്കയുമായി വാഷിംഗ്ടണുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ നിഷേധിച്ചു. ഇതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയെ കൂടാതെ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്കാണ് യുദ്ധം കലുഷിതമാക്കിയ ഈ പാതയിലൂടെ കടന്നുപോകാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ലെന്നും ഇറാനുമായി സൗഹൃദ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഇതുവരെ യാത്ര ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. ചൈന, റഷ്യ, പാകിസ്ഥാൻ, ഇറാഖ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 2 ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോയതായും വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്ക, ഇസ്രായേൽ, നിലവിലെ യുദ്ധത്തിൽ പങ്കുചേരുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്നിവയുടെ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രവേശനം അനുവദിക്കില്ലെന്ന് അദ്ദേഹം കർശനമായി വ്യക്തമാക്കി. ആഗോളതലത്തിൽ LPG വിതരണത്തെയും എണ്ണ വിപണിയെയും ബാധിക്കുന്ന ഹോർമൂസ് പാത ഭാഗികമായി തുറന്നു നൽകുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ആശ്വാസമാണ്. 5 പതിറ്റാണ്ടിന് ശേഷം ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാൻ നേടിയ പൂർണ്ണാധിപത്യത്തിൽ അരാക്ചി സംതൃപ്തി രേഖപ്പെടുത്തി. ഭാഗികമായ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ലോകം അത് വിശ്വസിച്ചില്ലെന്നും വെറും വീരവാദം മാത്രമാണെന്ന് കരുതിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കാലക്രമേണ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഇറാൻ സാധിച്ചു. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടരുതെന്നും എല്ലാ രാജ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനുള്ള അവസരം ഒരുക്കണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസിൽ കൂടി കടന്നു പോകാമെന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.